വൈൽഡ് കാർഡ് എൻട്രികളൊക്കെ തന്നെയും പൊളിക്കുന്ന എപ്പിസോഡുകളാണ് കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മൾ ബിഗ് ബോസ് സീസൺ 6 മലയാളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒട്ടും പ്രതീക്ഷയില്ലാതെ, എന്നാൽ വന്ന ഉടനെ തന്നെ കുറേയധികം ബോംബുകളിട്ട് പൊട്ടിച്ച് കൃത്യമായ മറുപടികൾ കുറിക്കുകൊള്ളുന്ന രീതിയിൽ തന്നെ പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകളെയൊക്കെ മൈൻഡ് ഗെയിം കളിക്കുകയാണ് പൂജ എന്ന പുതിയ മത്സരാർത്ഥി. ഇപ്പോൾ പൂജ കാരണം ഗബ്രി പുറത്താകുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകളിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം പൂജ തൻ്റെ ഗെയിം പ്ലാനിനെ കുറിച്ച് ശരണ്യയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും കോംബോ പൊളിക്കണം. പുറത്ത് ഇവർക്ക് ഹേറ്റ് ഉണ്ടെങ്കിലും വോട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവരോടെ കോംബോ കളിച്ചു നിന്നാൽ അവർക്ക് വോട്ട് കിട്ടാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ജാസ്മിനെ ആദ്യം പുറത്താക്കാതെ ഗബ്രിയെ ആദ്യം പുറത്താക്കണം. ഗബ്രിയെ ഇവിടെ എലിമിനേഷനിലിട്ടുകൊണ്ട് ഹേറ്റ് കൊണ്ട് അവനെ പുറത്താക്കണം. എന്നാൽ മാത്രമേ ജാസ്മിൻ ഗബ്രി കോംബോ നമുക്ക് തകർക്കാനാകൂ. എങ്കിൽ മാത്രമേ ഷോ മുന്നോട്ട് കൊണ്ടുപോകാനാകൂ. ഇല്ലെങ്കിൽ ഇവരിലുള്ള കപ്പിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളതെന്ന് പൂജ പറയുന്നു. ഹേറ്റ് ഉണ്ടെങ്കിലും അത്രമാത്രം ആരാധകരെയും ഇവർ നേടിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് എലിമിനേഷനിലെത്തി ഇവരെ പുറത്താക്കണമെന്നുള്ള ആഗ്രഹമാണ് ഇപ്പോൾ പൂജ പറയുന്നത്. പൂജയുടെ പ്ലാൻ അനുസരിച്ചാണ് ശരണ്യയും ഇത് കേൾക്കുന്നത്. അതുകൊണ്ട് എലിമിനേഷനിൽ, അതായത് തൊട്ടടുത്ത നോമിനേഷനിൽ തന്നെ നമുക്ക് ഗബ്രിയുടെ പേരിടണമെന്ന പൂജ തൻ്റെ പ്ലാൻ ശരണ്യയുടെ തലയിലേക്ക് കയറ്റി വയ്ക്കുകയാണ്. വളരെയധികം പ്ലാനോട് കൂടി ബിഗ് ബോസിൽ വന്ന വൈൽഡ് കാർഡ് എൻട്രികളിൽ ഒരാളാണ് ബിഗ് ബോസിലെ പൂജ എന്ന് പറയണം. കാരണം കഴിഞ്ഞ വർഷങ്ങളിലെ ബിഗ് ബോസ് എല്ലാം കണ്ട്, ഈ വർഷത്തിലെയും ബിഗ് ബോസ് കണ്ട് പഠിച്ചുകൊണ്ടാണ് പൂജ ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ബിഗ് ബോസ് എങ്ങനെ കളിക്കണമെന്നും ബിഗ് ബോസ് എവിടെയൊക്കെ മാറുമെന്നും നന്നായി പൂജയ്ക്കറിയാം. കളി എഴുതി പഠിച്ചു തന്നെയാണ് പൂജ ഇവിടേക്ക് വന്നതെന്ന് പൂജയുടെ ഓരോ ടാസ്ക് കഴിയുമ്പോഴും മനസ്സിലാകുന്നു. ശരിക്കും പറഞ്ഞാൽ ബുദ്ധി വെച്ച് മാത്രമല്ല, എന്ത് ടാസ്ക് തന്നെയായാലും അത് നന്നായി ചെയ്യാൻ പൂജയ്ക്ക് നല്ല കഴിവുണ്ട്. വളരെ സ്മാർട്ടായ രീതിയിൽ എല്ലാ ടാസ്കുകളും കൈകാര്യം ചെയ്ത് പ്രേക്ഷകരുടെ മനസ്സ് പോലും കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് പൂജ പോകുന്നത്. വേണ്ട സമയത്തെല്ലാം ഗബ്രിക്കും ജാസ്മിനും കുറിക്കുള്ള മറുപടി കൊടുത്ത് ഇപ്പോൾ കയ്യടി നേടുകയാണ് കഴിഞ്ഞ ദിവസം തൊട്ട് പൂജ വളരെ ആക്റ്റീവായ ഒരു കണ്ടസ്റ്റൻ്റാണ്. ആദ്യ ദിവസം മുതൽ തന്നെ വളരെയധികം ആക്റ്റീവാണെന്ന് പറയണം. അത്രമാത്രം പ്രേക്ഷകരിടയിലേക്ക് എത്താൻ പൂജയ്ക്ക് സാധിക്കാനും പറ്റി. അതുകൊണ്ട് തന്നെ പൂജയുടെ ഏറ്റവും വലിയൊരു വരവ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. പല മേഖലയിൽ നിന്നും കടന്നു വന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ പൂജയ്ക്ക് നന്നായി ആളുകളുമായി സംസാരിക്കാനും ആളുകളുമായി മുന്നോട്ട് കൊണ്ടുപോകാനും അറിയാം. അതുതന്നെയാണ് എല്ലാവരും കണ്ടിരിക്കുന്നതും. എന്നാൽ പൂജ കാരണം ഗബ്രി ഇപ്പോൾ പുറത്താകുമെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. മറ്റന്നാളും നാളെയുമായി എലിമിനേഷൻ നടക്കും. ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ്. ഇതിൽ ഗബ്രി പുറത്തായി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സന്തോഷമാണ്. അതില്ലെങ്കിൽ ഉടനെ അടുത്ത ആഴ്ചയ്ക്കകം തന്നെ ഗബ്രിയെ പുറത്താക്കാനുള്ള സ്ട്രാറ്റജിക്കൽ മൂവ് തന്നെയാണ് ആളെ കൂട്ടുപിടിച്ച് ഇപ്പോൾ പൂജ ചെയ്യാൻ ശ്രമിക്കുന്നത്. ജബ്രി കോംബോ വല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ ഹിറ്റാണെന്ന് പൂജയ്ക്കറിയാം. അതെല്ലാം പഠിച്ചാണ് വന്നത്. ഈ കോംബോ മുറിച്ചാൽ മാത്രമേ ഇവരെ മുന്നോട്ട് കൊണ്ടുപോകാതെ ഇവിടെ നിർത്തിപ്പോകാനാകൂ എന്നും എല്ലാവർക്കും അവസരം കിട്ടുമെന്നും പൂജയ്ക്കറിയാം. അതുതന്നെയാണ് പൂജ ശരണ്യയോട് പറയുന്നതും. ശരണ്യ അതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുമുണ്ട്. ശരണ്യയ്ക്കറിയാം പൂജയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന്. ബിഗ് ബോസ് പഠിച്ചു വന്ന പെൺകുട്ടിയാണ് പൂജ. ഇതിനു മുൻപുള്ള എപ്പിസോഡുകളൊക്കെ കൃത്യമായി കണ്ട് അളന്ന് മുറിച്ച് കാൽക്കുലേറ്റ് ചെയ്താണ് പൂജ അവിടെ എത്തിയതെന്ന് പറയണം. അതുകൊണ്ട് പൂജയുടെ പ്ലാനുകളെല്ലാം വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.